welcome back to our YouTube channel. അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പുവിന്റെ ചെറിയൊരു ഇൻസിഡന്റ് ആണ് ഗൈസ്. അവള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്ത ഒരു കാര്യം, കൊളായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ മുടി സ്മൂത്ത് ചെയ്തവർക്കും മുടി സ്മൂത്ത് ചെയ്യാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാത്തിനും മുമ്പ് നമ്മളൊരു ഒപ്പീനിയൻ നോക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ സ്മൂത്ത് ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിച്ച് നടന്ന ആളാണ്. അപ്പൊ ചേച്ചിയുടെ കാല് പിടിച്ച് കുറച്ചൊക്കെ എന്റെ പോക്കറ്റ് മണി സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ കൊണ്ടാണ് സ്മൂത്ത് ചെയ്യണത്. അപ്പോൾ ഞാൻ സ്മൂത്ത് ചെയ്യാൻ തീരുമാനിച്ച ടൈമിൽ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ആള് വീഡിയോ ചെയ്യുന്നേ സ്മൂത്ത് ചെയ്തിട്ട് ഇവിടെയൊക്കെ കരിഞ്ഞു പോയിട്ട് മുടി മുറിഞ്ഞു പോയേക്കായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു എന്റെ ഇങ്ങനെ ആയിരിക്കും, എന്റെ മുടി ഇങ്ങനെ പോവായിരിക്കും. ഓർത്തു ഇല്ലായിരിക്കും, നമ്മുടെ ബ്യൂട്ടി പാർലറിലാണല്ലോ പോലെ, അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്നൊക്കെ നമ്മൾ ഓർത്തു. അത് കഴിഞ്ഞാണ് പിന്നെ കഥ നടക്കുന്നത് ഗൈസ്. അതെ ഗൈസ്, ആദ്യം തന്നെ ഇവക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഗൈസ്. നല്ല മുടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ലെങ്ത് ഉള്ള മുടിയായിരുന്നു, നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. ഞങ്ങള് പണ്ടത്തെ ഫോട്ടോ കാണിക്കാം ഗൈസ്. അതെ, ഞങ്ങള് ഇവളുടെ അടുത്ത് കുറെ പറഞ്ഞാണ് വെട്ടണ്ട പക്ഷെ ഇവർക്ക് ഷോർട്ട് ഹെയർ വേണം. ഞാൻ ചെറുപ്പം തൊട്ട് മുടി വീട്ടിൽ ആരും വെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. ലോങ് ഹെയർ ആയിരുന്നു എന്റെ. ചെറുപ്പം മുതലേ ലോങ് ഹെയർ വെച്ച് നടന്ന് മടുത്തു. എനിക്ക് ആ ഹെയർ സ്റ്റൈല് പറ്റുന്നില്ല. എനിക്ക് ഒരു ചേഞ്ച് വേണമെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പൊ ഞാൻ ഓർത്ത് മുടി വെട്ടാന്ന് ഓർത്തു. വലിയൊരു ചേഞ്ച്. അതെ, അതൊരു വലിയൊരു ചേഞ്ച് ആയിരുന്നു, ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരുന്നത്. അതെ. അത് ആദ്യം ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഷോർട്ട് ഹെയർ ആക്കി, ഇത്ര വെച്ച് ഷോർട്ട് ഹെയർ ആക്കിയപ്പോ ഞാൻ പറയാം ലെവൽ ചെയ്ത് വെട്ടാനാ പറയാം. അവിടെ ബംഗാളി ചേട്ടൻ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ചേട്ടൻ ഹിന്ദിയിൽ എന്തൊക്കെ എഴുതിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ലെവൽ ചെയ്ത് ഇങ്ങനെ വെട്ടാനാ പറഞ്ഞത്. ചേട്ടൻ ഇങ്ങനെ ലെയർ വെട്ടി. അപ്പോ മുടിയുടെ ഉള്ളിൽ ശരിക്കും പോയി മുടി ഇങ്ങനെ പിടിച്ചാൽ കിട്ടുള്ളൂ, അങ്ങനെയുള്ള രീതിയിലായിരുന്നു മുടി ഇരുന്നത്. അത് കഴിഞ്ഞ് എന്തായാലും ലെയർ വെട്ടി, എന്നാ പിന്നെ സ്മൂത്ത് ചെയ്തേക്കാന്ന് വെച്ചാൽ ചേച്ചിയുടെ കാലം പിടിച്ച്. അപ്പൊ എന്റെ പോക്കറ്റ് മണി ഏകദേശം ഒരു 3000 സംതിങ് ഉണ്ടായിരുന്നു. അതിന് ചേച്ചി ഒരു 3000 സംതിങ് തന്നെ ചേച്ചി ഇട്ട് തന്നു. പിന്നെ കയ്യിലുണ്ടാകുന്ന സേവിങ്സ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മറിച്ച് ഞാൻ പൈസ സെറ്റാക്കി പാർലറിൽ പോയി. അപ്പൊ അവിടെ മുടി കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞു ഈ കൊച്ചിന്റെ മുടി നല്ലതാണല്ലോ, അത് എന്തിനാ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം എന്റെ ആഗ്രഹമാണല്ലോ മുടി സ്മൂത്ത് ചെയ്യണം. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്ത് കാണാൻ ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ചെയ്യണം, എനിക്കിഷ്ടമായോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി മുടിയൊക്കെ സ്മൂത്ത് ചെയ്യാൻ എന്റെ ഇഷ്ടം പോലെ നടന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എന്ന് വെച്ചാൽ പശു നോക്കിയ പോലെയാണ് തലയിരുന്നത്. ആ ഫോട്ടോ സൈഡിലിടാം, ആ ഫോട്ടോ ഞങ്ങള് കാണിക്കാം. അപ്പൊ ആ ഫോട്ടോ എനിക്ക് തന്നെ കണ്ണാടി നോക്കിയിട്ട് എന്തോ പോലെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. എന്നിട്ട് ഞാൻ വേഗം ബസ്സിൽ ഓടിക്കേറി നേരെ വീട്ടിൽ വന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ ബാത്റൂമിലേക്ക് ഓടിക്കേറി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തല കഴുകി കളയാൻ പോകുന്ന പറഞ്ഞ ബാത്റൂമിലേക്ക് ഓടിക്കറിയപ്പോഴത്തേക്ക് അമ്മ ഐശ്വര്യനെ വിളിച്ചു. ചേച്ചിയുള്ള പൈസ തരുന്നേ. ചേച്ചിനെ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞു നീ മുടി കഴുകി കളയാനായി കളഞ്ഞോ, പിന്നെ ഒറ്റ പൈസ എൻ്റെ നിനക്ക് തരില്ല, ഒരാവശ്യത്തിനും തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും പൈസ മുടക്കിയിട്ട് നീ ഇത് കളയുവാണോ, നിനക്ക് എന്നാ പിന്നെ ചെയ്യാണ്ടിരുന്നാ പോരെ, അങ്ങനെയൊക്കെ കുറെ ഇമോഷണലി ഡയലോഗ് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ശരിയാണെന്ന് തോന്നി. ഇത്ര പൈസ മുടക്കി ചെയ്തല്ലേ, അപ്പൊ ഞാൻ കഴുകില്ല. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഹെയർ കെയർ ഒക്കെ ചെയ്യാം. അപ്പൊ ഞാൻ പണ്ട് മുടി ഉണ്ടായിരുന്നപ്പോ യൂസ് ചെയ്തോണ്ടിരുന്ന കഞ്ഞിവെള്ളം ഉലുവയും കൂടെ ആയിരുന്നു. തലേ ദിവസം കഞ്ഞിവെള്ളം ഉലുവ ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് പച്ചവെള്ളത്തിൽ കഴുകി കളയും, അങ്ങനെയാകും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ ഓർത്ത് മുടി ഇങ്ങനെ പറഞ്ഞു നോക്കിയപ്പോ ഇവിടെയൊക്കെ എന്തോ തരിയിരിപ്പ് പോലെ. അപ്പൊ ഞാൻ തൊട്ട് നോക്കിയപ്പോ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നു. ഞാൻ സൂക്ഷിച്ച് കണ്ണാടി നോക്കിയപ്പോ ഇവിടെയൊക്കെ മുടി മുറിഞ്ഞിരിക്കുക. 3 ദിവസം കഴിഞ്ഞാണ്, 3 ദിവസം തല കഴുകലെന്ന് അവര് പറഞ്ഞായിരുന്നു. അപ്പൊ 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ കഞ്ഞിവെള്ളം തലയിൽ തൂക്കം എടുക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ഞാൻ പെട്ടെന്ന് ടെൻഷനായി. ഞാൻ നോക്കുന്നിടത്ത് എല്ലാം മുടി മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കിടക്കുന്നിടത്ത്, മുടി ചീകുന്നിടത്ത്, കുളിക്കുമ്പോ ബാത്റൂമില്, നടക്കുന്ന വഴിയൊക്കെ എന്റെ മുടി മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സീനായി. എന്റെ ഇഷ്ടത്തിനായതുകൊണ്ട് എനിക്ക് വീട്ടുകാരൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ കാര്യം അവരെ കാണിച്ചാൽ അവര് നല്ല മാനായിട്ടാണ് ഇടപെട്ടത്. നേരെ കാണിച്ചു, അവരെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തി മുടിയൊക്കെ ചെക്ക് ചെയ്തു. അവര് പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ സങ്കടം, മുടി കൊഴിഞ്ഞു പോയാൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പൊ ഇത്രയും മുടിയൊക്കെ മുറിഞ്ഞു പോകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണു നോക്കി നിറഞ്ഞു തന്നു. കാര്യം അവരോട് പറഞ്ഞു. അപ്പൊ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തുതരാം ഓക്കെ എന്ന് പറഞ്ഞു.
പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്ത് പയ്യെ എന്റെ മുടി വളരാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ എന്റെ മുടിയുടെ അവസ്ഥ ഇതാണ് ഗൈസ്. നിങ്ങൾ കാണിക്കും. ഇതാണ് ഇതില് ഷോയായിട്ടാണ് ഇരുന്നത്. കുഞ്ഞു കുഞ്ഞു കുറ്റിമുടികൾ പോലെയായിരുന്നു ഗൈസ്. ഇപ്പൊ വളർന്നു വരുന്നതാണ് ഇതൊക്കെ കണ്ടത്. ഇതൊക്കെ വളർന്നു വരുന്നുള്ളൂ. ഇവിടെയാണെങ്കിലും ഉണ്ട്. ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. മുടിമുറിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പൊ മാസത്തിൽ 2 തവണയാണ് എനിക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത്രയ്ക്ക് ഡാമേജ് ഉണ്ടായിരുന്നു. മുറിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാസത്തിൽ 1 ആക്കി. ഇപ്പൊ ആ ബ്യൂട്ടി പാർലറുകാരുടെ പേര് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർ നല്ല രീതിയിലാണ് നമ്മളോട് തിരിച്ച് പെരുമാറിയതും ട്രീറ്റ്മെന്റ് തരുന്നതും ഫ്രീ ഒക്കെ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ആദ്യം കുറ്റി പോലെയായിരുന്നു. ഇപ്പൊ ഇത്രയും വളർന്നു വന്ന ട്രീറ്റ്മെന്റിന് കഴിഞ്ഞ ശേഷമാണ് പിന്നെ മുടി കൊഴിയുന്നത് നല്ലപോലെ നിന്നു. അതൊരു പ്രോട്ടീൻ സ്പ്രേയും ഷാമ്പു കണ്ടീഷണർ സെറം എല്ലാം അവർ അവിടെ നിന്ന് തന്നെ തന്നു. അപ്പൊ ഇതാണ് എന്റെ ഹെയറിന്റെ ജേണി. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സ്മൂത്ത് ചെയ്യാനുള്ളവരും സ്മൂത്ത് ചെയ്യാനിരിക്കുന്നവരും കമന്റ് ചെയ്യണം. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ.